ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ പയർ, നീളം പയർ, പല രീതിയിൽ പറയും, പച്ചപ്പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. പല സ്ഥലങ്ങളിലും പല പേരാണ്. അച്ചിങ്ങ എന്നും പറയും, ഇവിടെ വലിയ പയറെന്ന് പറയും, പച്ചപ്പയറെന്ന് പറയും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പയറാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അറ്റവും വാലമൊന്നും കണ്ടിക്കാതെ കഴുകിക്കൊണ്ട് വന്നതാണ്. നല്ല സൂപ്പർ പയർ. ഇതൊരു 1/2 കിലോ പയർ കാണും. കണ്ടോ, നല്ല സൂപ്പർ പയറാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് വെക്കേണ്ടത് ചെറിയ ഉള്ളി ഒരു 10-25 ചെറിയ ഉള്ളി ഞാനിടും. എത്രയും ചെറിയ ഉള്ളി ചേർക്കാമോ അത്രയും ചെറിയ ഉള്ളി നല്ലതാണ്. നമ്മുടെ ശരീരത്ത് അത്രയും ചെല്ലുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി എത്രയും നല്ലത്. ഞാൻ 10-25 ചെറിയ ഉള്ളി. ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്നി ചതയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു 4-5 ആയിട്ട് സ്ലൈസായിട്ട്, വളരെ സ്ലൈസായിട്ട് കീറുകയോ ചെയ്യാം. സവാളയേക്കാൾ നല്ലത് ചെറിയ ഉള്ളി തന്നെ എപ്പോഴും കേട്ടോ. അപ്പം ചെറിയ ഉള്ളി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത്, എരിക്ക് വേണ്ടി നമ്മൾ പച്ചമുളകല്ല ആഡ് ചെയ്യുന്നത്, വറ്റൽമുളകാണ്. ഞാൻ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സി പൊടിക്കുമ്പോൾ നമുക്ക് ചില്ലി ഫ്ലേക്സ് കിട്ടും. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. അപ്പോൾ ഇത് വാങ്ങിച്ച് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരിക്കുള്ള ഇതാവും. ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇതുപോലെ കുറേ ക്വാണ്ടിറ്റി നമ്മൾ ചതച്ച് പിന്നെ ഈ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കറികൾക്കും ഉപയോഗിക്കാം. മെഴുക്കുവരട്ടികൾക്കൊക്കെ ഈ ചില്ലി ഫ്ലേക്സ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം അത് മനസ്സിലായി. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, അത് ഞാൻ കീറിയിട്ടേക്കുന്നതാണ്. ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. നേരത്തെ ഇവിടെ പയർ മെഴുക്ക് പുരട്ടി, പയർ തോരൻ വെച്ചാൽ ആരും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ രീതിയിൽ വെച്ചപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി. അപ്പം നിങ്ങൾക്കും ആ ഒരു രീതി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇതാദ്യം നമുക്ക് നല്ലതുപോലെ അരിയാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പയർ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു. ചെറിയ ഉള്ളി തണ്ട് ഇതുപോലെ ചെറുതായിട്ട് 4-5 ഇതായിട്ട് അരിഞ്ഞു. പിന്നെ നമ്മുടെ ഈ മുളക് ഉണ്ടല്ലോ, മിക്സിക്കകത്ത് ഇതുപോലെ പൊടിച്ചെടുത്ത്, പിന്നെ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ പാൻ അടുപ്പേ വെച്ചു, എണ്ണയൊക്കെ ചൂടാക്കി ഒരു 2 സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് വെളുത്തുള്ളി കറിവേപ്പിലയും ഇതിനകത്തിട്ട് മൂപ്പിക്കാം. ഇത് നല്ലതുപോലെ വെളുത്തുള്ളിയുടെ ആണ് ആദ്യം ഒരു മണം വരേണ്ടത്. കറിവേപ്പിലയുടെ വെളുത്തുള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ മണം വരുന്നുണ്ട് നല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചെറിയ ഉള്ളി ഇവിടെ ഇന്നത്തെ ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തായിരുന്നു കേട്ടോ. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പം ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നു. ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്താ പറയുക, എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഈ ചില്ലി ഫ്ലേക്സ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മുളക് നല്ലതുപോലെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് മുളകിൻ്റെ അളവ് നിങ്ങളുടെ കയ്യിലാണ്, കൂടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മുളകാണ് നമ്മുടെ സ്പൈസി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഇത് ഇളക്കണേ. പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചേർക്കറിയോ, പയർ. നേരത്തെയൊക്കെ ഞാൻ വെള്ളം ആഡ് ചെയ്യുമായിരുന്നു. വെള്ളം ഒട്ടും വേണ്ട. പയർ മെഴുക്ക് പുരട്ടാനും തോരൻ വെക്കാനാണെങ്കിലും അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ രുചി അങ്ങ് പോവും. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പയറിന് വലിയ വേവില്ല. ഇതിനകത്തോട്ട് നമ്മൾ ആ പയർ ആഡ് ചെയ്ത് ചെറിയ തീയിൽ ഇട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. അതെല്ലാം നല്ല കുക്കാവും കേട്ടോ. നല്ല പച്ചപ്പയറാണ്. ഞാൻ ഇപ്പം തീ കുറച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ പയറെല്ലാം നല്ലതുപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും ഇട്ടേക്കാം. നല്ലപോലെ ഇരുന്ന് വെന്തോളും. വെള്ളം ആഡ് ചെയ്യല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു 7 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയായി കണ്ടോ. നല്ല സൂപ്പറായി. ഇത് പയർ ഒട്ടും വെള്ളം ചേർത്തില്ല കേട്ടോ. ആ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് മുരിഞ്ഞെടുത്ത് പയറെല്ലാം നല്ല മൂത്ത്, പിന്നെ അതുപോലെ ഉള്ളി നല്ല മൂത്ത്, ആവശ്യത്തിന് ഉപ്പും എരിയെല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച പയർ മെഴുക്ക് പുരട്ടി. ഇവിടെ പയർ മെഴുക്ക് പുരട്ടി ഇങ്ങനെ വെച്ച് തുടങ്ങിയ ശേഷമാണ് എല്ലാവരും കൂട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഒരു തവണയെങ്കിലും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെല്ലാം സാധാരണ വെള്ളമൊക്കെ കോരി ഒഴിക്കും, പക്ഷെ വെള്ളം ഒന്നും ഒട്ടും ഒഴിക്കണ്ട. പയറിനകത്ത് തന്നെ വെള്ളമുണ്ട്. ആ വെള്ളം ഇറങ്ങി അത് വേവും. അപ്പം നമ്മുടെ രുചികരമായ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ പച്ചപ്പയർ മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.